ഹായ് ഡിയേഴ്സ്, ഇന്നൊരു പപ്പായയുടെ കറിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പപ്പായക്ക് നമ്മൾ കർമൂസ, കപ്ലങ്ങ എന്നൊക്കെ പറയും. അപ്പം നമ്മളിവിടെ വീട്ടിൽ കർമൂസ എന്നാണ് പറയല്. ഇതിൻ്റെ തോലും കുരുവും എല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുക്കറിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഈ കർമൂസൻ്റെ ഒരു പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുഴുവനായിട്ട് ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ കറി രസം ഉണ്ടാവില്ല. ഇതൊന്ന് വേവാൻ മാത്രം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുക്കറിലല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയിലൊക്കെ ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ഉണ്ടാക്കുന്നത്. ചട്ടിയിലാണെങ്കിൽ കുറച്ചൊക്കെ സമയം എടുത്തൊന്ന് വേവിച്ചാൽ മതി. ഇനി നമ്മൾ തേങ്ങയുടെ അരപ്പ് വേണം. അപ്പോൾ അതിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക് എരിവിനനുസരിച്ച്, പിന്നെ പെരിഞ്ജീരകം, ചെറിയുള്ളി. ഇനി കാന്താരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ മുളക് ആയാലും മതി കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ കുക്കറിൽ 2 വിസിൽ വന്ന് നമ്മൾ തുറന്ന് നോക്കുകയാണ്. അപ്പം നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം കൂടെ ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ലെമൺ സൈസ് പുളി എടുത്തിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ അരപ്പ് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് തേങ്ങയും കാന്താരി മുളകും ചെറിയുള്ളിയും പെരിഞ്ജീരകമൊക്കെ ഇട്ട് വെച്ചിട്ട് അരച്ചിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ അരപ്പിലും പുളിയിലൊക്കെ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ കുറച്ചാൽ മതി. പച്ച വെള്ളമായിട്ട് നിൽക്കുമ്പോൾ ഒരു വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേ ബാക്കിയുള്ള പുളിവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം എൻ്റെ അടുത്ത് തൈര് ഇല്ലാത്തതുകൊണ്ടാണ് പുളി ഒഴിച്ചത്. തൈരാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തള വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവും കൂടെ ഇട്ട് ഒഴിച്ചിട്ടാണെങ്കിൽ അടിപൊളിയായി. അപ്പോൾ വറവിനുള്ളത് നോക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം കടുക് ഇടുകയാണ്. കടുകൊന്ന് പൊട്ടി വന്നിട്ട് നമ്മൾ വറ്റൽ മുളകും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ വറ്റൽ മുളക് ഒന്ന് നന്നായി ആയതിനു ശേഷം കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അപ്പോൾ ദേ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. കറി നമ്മുടെ അടിപൊളി ആയിട്ടുള്ള കർമൂസ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ.